ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 തുടക്കമായിരിക്കുകയാണ്. ലാലേട്ടൻ 7ന്റെ പണി എന്ന ടാഗ് ലൈനോടുകൂടിയാണ് ബിഗ് ബോസ് സീസൺ 7 എത്തുന്നത്. സാധാരണ 8ന്റെ പണി എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പൊ 7ന്റെ പണിയായിട്ടാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മളെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലുള്ള അല്ലേ ഏറെക്കുറെ കറക്റ്റ് ആയിരുന്നു. അതൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ വീടിൻ്റെ ബിഗ് ബോസ് ഹൗസിൻ്റെ നല്ല കുറേ പ്രത്യേകതയുള്ളതാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് ഹൗസ്, പ്രത്യേകിച്ച് ജയില്. എന്തായാലും ബിഗ് ബോസ് ഹൗസ് ഇപ്പം കാണിച്ചത് കണ്ടിടത്തോളം സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു അല്ലേ. സാധാരണ വ്യത്യസ്തം. കഴിഞ്ഞ പ്രാവശ്യം 3 അങ്ങനത്തെ ബെഡ്റൂം 2 3 അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒറ്റ ഇതിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കിച്ചൺ ആയിരുന്നാലും പിന്നെ ആക്ടിവിറ്റി ഏരിയ നടക്കുന്ന ആ സ്ഥലമായിരുന്നാലും എല്ലാം ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടോ അല്ലേ. അത് ലാലേട്ടൻ തന്നെ പറഞ്ഞു അതൊക്കെ ഇളക്കി മാറ്റാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ പ്രത്യേകത എന്താ എടുത്തു പറയേണ്ടത് ജയിലാണ്. ഇപ്പൊ ജയിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇതിലാണ്, സ്ലോപ്പിലാണ്. സാധാരണ ജയിലിലാണ് എല്ലാവരും സൂപ്പർ എന്ന് പറയാറ്. ഇപ്രാവശ്യം അത് പണിയാണ്. പിന്നെ ഒരു അതിന്റെ നടുക്കായിട്ട് ഒരു കല്ല് പോലെ സംഭവം സ്ലോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും വരുന്ന എപ്പിസോഡിലും അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൽ അറിയാമല്ലേ അതിൻ്റെ അകത്ത് കയറുന്നത് എങ്ങനെയായിരിക്കും അതിൻ്റെ സംഭവങ്ങളെന്ന്. പിന്നെ ഇതിൽ ആദ്യമായിട്ട് അല്ലേ ബിഗ് ബോസിൽ വരുന്നത് ഒരു കോമണറാണ് അല്ലെ. മൈജിയിലൂടെ എത്തുന്ന ഒരു കോമണറാണ്. പേര് വന്നിട്ട് അനീഷ്. പുള്ളി ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. റിസൈൻ ചെയ്തു. കുറച്ച് പരിപാടികളൊക്കെ പുള്ളിക്കുണ്ട്. തൃശ്ശൂർക്കാരനാണ്. പിന്നെ രണ്ടാമതെത്തുന്നതാണല്ലേ നമ്മളെ അനുമോള്. അതിന്റെ കോമഡി എന്തെന്ന് പറഞ്ഞാൽ അനുമോളിനെ കണ്ടനൊക്കെ അല്ലേ ഇത്രയും മറ്റേത് മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ടാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. പക്ഷെ അത്ര ഗ്ലാമർ ഒന്നും ഇല്ല അല്ലേ. ആളിനെ തിരിച്ചറിയാൻ പോലും പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോ അല്ലേ അതെന്തായാലും അത് മിക്കവാറും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകാൻ സാധ്യതയുള്ള ഒരു ടോക്കാണ്. പിന്നെ വരുന്നത് അല്ലെ അനുമോളിനെ എല്ലാവർക്കും അറിയാം. സീരിയൽ ആർട്ടിസ്റ്റ്, അതുപോലെ സ്റ്റാർ മാജിക് സ്റ്റേജ് ഷോയിലൂടെ ഉണ്ടായിരുന്ന പോപ്പുലറാണ്. പിന്നെ മൂന്നാമത്തെ ആള് വന്നിട്ട് ആര്യൻ എറണാകുളം. അപ്പൊ ഒരു ആക്ടറാണ് അല്ലേ. കണ്ടു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെയാണ്. എന്തായാലും മൂന്നാമത് ആര്യനാണ് വരുന്നത്. പിന്നെ വരുന്നത് ആരാണ് നാലാമത്? കലാഭവൻ സരിക. കലാഭവൻ സരിക അത് മിമിക്രി അല്ലേ, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അതുപോലെ TV ഷോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്ന നാലാമതാണ് സരിക വരുന്നത്. മൂന്നാമത് ആര്യൻ. അടുത്തതാണ് അക്ബർ വരുന്നത്. 5ാമതായിട്ടാണ് അക്ബർ വരുന്നത്. അക്ബറിനെ അറിയാം അല്ലെ, ഷോസിലൂടെ പാട്ടുകാരനാണ്. ഷോസിലൂടെ അറിയപ്പെടുന്ന ഒരു താരം കൂടിയാണ്. അതുപോലെ ഫ്ലവേഴ്സിലാണെന്ന് തോന്നുന്നല്ലേ. ഫ്ലവേഴ്സിലാണെന്ന് തോന്നുന്നു. മഴവിൽ മനോരമ ഇതിലെല്ലാം ആണ്. അതുപോലെ ഏഷ്യാനെറ്റിൽ തന്നെ പരിപാടിയുണ്ട്. മൈലാഞ്ചി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതില് പുള്ളി പാടുന്ന അല്ലെ, അതില് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ 5ാമത്തെ കണ്ടസ്റ്റൻസ് ആയി എത്തുന്നത് അക്ബർ. പിന്നെ 6ാമത് വരുന്ന RJ ബിൻസി. അഞ്ജലി വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അഞ്ജലി വരുമെന്നാണ് പ്രതീക്ഷ. പക്ഷെ വന്നിരിക്കുന്ന ബിൻസിയാണ് RJ. അത് എറണാകുളം അല്ല കോട്ടയം. അപ്പൊ RJ കൂടിയാണ്. അപ്പം RJക്കാർക്ക് ഒരു പ്രത്യേക വാക്കുകൊണ്ട് അല്ലെങ്കിൽ നാക്കുകൊണ്ട് ചുമ്മാ അടിച്ചടിച്ചടിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട്. അതും നല്ലൊരു കണ്ടസ്റ്റൻസ് ആണ്. പിന്നെ വരുന്ന 7ാമത് വരുന്ന ഉനീസാബു. എന്തായാലും ഒരു വെറൈറ്റി പേരാണ്. പിന്നെ എറണാകുളംകാരൻ ഷെഫാണ് പുള്ളി, ഒനിൽ സാബു. പിന്നെ 8ാമത് വരുന്ന ബിന്നി
നൂഡിൽ ബിന്നി നൂഡിൽ ആക്ടറാണ്. അപ്പം പിന്നെ വരുന്നതാണ് അടുത്ത, അത് നമുക്ക് വലിയ സിനിമയിലും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ കൂടിയൊക്കെയാണ്. പിന്നെ വരുന്നത് 9-ാമതല്ലേ, അഭിലാഷ് അല്ല അഭിശ്രീ അതും ഇതുപോലെയാണ്, ആക്ടറാണ്, ഡാൻസർ, ഒരു സകലകലാ വല്ലഭൻ കൂടിയാണ് പുള്ളി അല്ലേ. ഇൻട്രോയിലൊക്കെ സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന 10-ാമത് വരുന്ന ആര്, ബ്രന ഫാത്തിമ. അതും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, കോഴിക്കോട്ടുകാരി. ഇതൊക്കെ പോപ്പുലർ ആയിട്ടുള്ള അല്ലേ, ഒരു രീതിയിലല്ലെങ്കിൽ വേറൊരു രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരാണ് ബിഗ് ബോസിലെത്തുന്നത്. അപ്പൊ ഫെയിം ആവാൻ അല്ലേ, കേരളത്തിൽ ഫെയിം ആവാൻ ഇത് കഴിഞ്ഞിട്ടേ വേറൊരു ഷോയും ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഹൈറ്റേഴ്സ് കൂടുതലുണ്ടെങ്കിലും പക്ഷെ ഇതിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചറിയും അത്ര. പിന്നെ ലാലേട്ടനും കൂടെയാണ് ഇതിന്റെ അല്ലേ അവതാരകനായി എത്തുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ എപ്പോഴും ഇതിന്റെ റേറ്റിംഗ് എടുത്തു നോക്കിയാൽ ഹൈയിലാണ് നിൽക്കുന്നത്. ഏത് ഷോയിനേക്കാളും നല്ല ഹൈയിലാണ് നിൽക്കുന്നത്. ഇതിനെ നെഗറ്റീവ് പറയുന്ന ഒരു 1000 അല്ലെങ്കിൽ 1,00,000 പേരുണ്ടെങ്കിൽ അതിൽ ഡബിൾ അല്ലെങ്കിൽ 10 മടങ്ങായിരിക്കും അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അത്രയും ഒരു വലിയ ഷോയാണ്. പിന്നെ അടുത്ത 11-ാമത് വരുന്ന രഞ്ജിത്താണ്. അത് നമുക്കറിയാം, മുൻഷിയിലൂടെ അല്ലേ, മുൻഷിയിലൂടെ ഉള്ള ആളാണ്. പുള്ളിയാണ് 11-ാമത്തെ കണ്ടസ്റ്റൻസ് ആയി എത്തുന്നത്. പിന്നെ 12-ാമത്തേത് തക്ര. അതൊരു വെറൈറ്റി പേരാണ്. പുള്ളി അല്ലേ, പുള്ളി മുംബൈയിലോ മറ്റോ ആണ് സെറ്റിൽഡ് ആയത്. അവിടുത്തെ ഷോയിലൊക്കെ അവിടുത്തെ ബിഗ് ബോസിലൊക്കെ പങ്കെടുത്ത ഒരു ആളാണ്, ഒരു ലേഡിയാണ്, ആക്ടറാണ്. പിന്നെ അടുത്ത 13-ാമത്തെ അല്ല 13-ാമത്തെ സരിക. അവതാരികയും കൂടെയാണ്. പിന്നെ 14-ാമതായി എത്തുന്നത് ഷാനവാസ്. അതും സീരിയൽ ആർട്ടിസ്റ്റാണ്. പിന്നെ ബോഡി ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്പോർട്സ് പരമായിട്ടൊക്കെ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അത് ഏഷ്യാനെറ്റിന്റെ അല്ലെ പോപ്പുലർ സീരിയലിലൂടെയാണ്. ഏതാ സീരിയലാണ് അത്, കുങ്കുമപ്പൂ. അതിലൂടെയുള്ള അല്ലേ ഒരു കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ 15 നെവിനും അതുപോലെ തന്നെ ആക്ടർ, അതുപോലെ ഫാഷൻ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും.